അങ്ങനെ വിടുക ഒരു രസമാണ്. അതിൽ തെറ്റില്ല. എനിക്ക് കുറച്ച് പരസ്യം കിട്ടും. അപ്പൊ അതില് കഥകൾ പറയുമ്പോ ബോച്ചെ 1000 ഏക്കർ വന്നപ്പോ അതിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. ബോച്ചെ 1000 ഏക്കറിൽ 100 ചില്ലാൻ ഏക്കർ ഗവൺമെന്റുമായിട്ടൊരു കേസ് ഉണ്ട്. അപ്പൊ പറയുമ്പോ 100 ചില്ലാൻ ഏക്കറുടെ കേസ് അല്ല പറയണേ, ബോച്ചെ 1000 ഏക്കർ കേസിലാണ്. അപ്പൊ ആൾക്കാർ 1000 ഏക്കറും പ്രശ്നമാണ്. ബോച്ചെ 1000 ഏക്കർ ബോച്ചയുടെ അല്ല, എന്റെ മക്കളുടെ അളിയന്റെ എന്റെ കുടുംബക്കാരുടെ പേരിലായിരിക്കാം. എന്റെ ഇഷ്ടമല്ല ആരുടെ പേരിലാണ് വാങ്ങേണ്ടതെന്നുള്ളത്. എല്ലാം എന്റെ പേരിൽ തന്നെ വാങ്ങണം. അല്ല എല്ലാത്തിന്റെയും ചെയർമാൻ MD ഞാനാവണം. എനിക്ക് വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കും, വിശ്വാസമുള്ളവരുടെ പേരിൽ വാങ്ങും, ഞാൻ നടത്തും. അങ്ങനെയൊക്കെയല്ലേ. അല്ലെങ്കിൽ ബോച്ചെ ഹിൽസ് ഇപ്പോൾ 100 ഏക്കർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ബോച്ചെ ഓക്സിജൻ മണ്ണുത്തിയിലുണ്ട്. അതിലൊന്നും പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 50,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബിൽഡിംഗ് പണിതു. ഫെബ്രുവരി ആകുമ്പോഴേക്കും അതില് പബ്ബ്, റൂംസ്, കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഒക്കെ ആയിട്ട് ഉദ്ഘാടനമാണ്. അതുപോലെ ബോച്ചെ ഹോംസ് വരുന്നുണ്ട്, പുതിയൊരു പ്രോജക്റ്റ്. ഇന്ത്യയിൽ കാര്യമായിട്ട് ഇല്ലാത്തൊരു പ്രോജക്റ്റാണ്. അതായത് ബോച്ചെ ഹോംസ് RTO, റെന്റ് ടു ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സ്കോർ ഒന്നും വേണ്ട, നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഒന്നും വേണ്ട. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബോച്ചെ ഹോംസിൽ വന്ന് താമസിക്കാം. പെട്ടിയും കടക്കെടുത്ത് വന്നാൽ മതി, ഒന്നും വേണ്ട. മാസം വാടക തരിക. അങ്ങനെ 100 മാസം വാടക തന്നു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റോ ആ വീടോ നിങ്ങളുടെ ആയി മാറും. സിവിൽ സ്കോറോ നിങ്ങൾ വീട് പണിയാനോ പഞ്ചായത്ത് കടലാസോ മറ്റു നൂലാമാലകളോ സ്ഥലം അന്വേഷിച്ച് നടക്കും ഒന്നും വേണ്ട. വീടും ഫ്ലാറ്റൊക്കെ റെഡി ആയിരിക്കും, നിങ്ങൾക്ക് താമസിക്കാം. അങ്ങനെയാണ്. അപ്പൊ അതുപോലെയൊക്കെയുള്ള സ്കീമുകൾ പലതും വരുന്നുണ്ട്. അതെന്താണ് ഞങ്ങൾക്കൊരു ഉപകാരം. അതെ അതെ അതെ. പക്ഷെ മെസ്സിയുടെ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കും. മെസ്സി വരുന്നുണ്ട്, വെൽക്കം. ഞാൻ കാണുന്നുണ്ട് മെസ്സിയെ പേഴ്സണലായിട്ട്. ഞാൻ അർജന്റീനയിൽ പോയിട്ട് ആളുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. മുമ്പ് മറഡോണയായിട്ട് ആ സമയത്ത് തെറ്റിയത് കൊണ്ടാണ് മെസ്സിയായിട്ട് അന്ന് ബ്രാൻഡ് അംബാസിഡർ ആക്കാഞ്ഞത്. വലിയൊരു അവസരം തന്നെയാണ്. മറഡോണയെ കേരളം കണ്ടു സൗജന്യമായിട്ട്. വീണ്ടും മെസ്സിയെ കാണാവുന്ന വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റില്ല, ടിവിയിൽ കാണാനോ. നേരിട്ട് കാണണമെങ്കിൽ പൈസ കൊടുക്കണം. ബോച്ചെ മറഡോണയെ കാണിച്ചു വെച്ചാൽ എല്ലാവരെയും ഫ്രീ ആയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ. നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്നും ബിസിനസ് ആക്കാറില്ല, ഫ്രീ ആയിട്ടാണ്. പിന്നെ ചെലവുകളും കാര്യങ്ങളും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കില്ല, പലരും കൂടിയിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അതൊന്നും എനിക്ക് എന്റെ ഏരിയ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇനി അതിനെ കുറിച്ചിട്ട് അറിയില്ലേ പറയാനായിട്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട്, പേഴ്സണലിയും കാണുന്നുണ്ട്. ഞാൻ അർജന്റീനയിലെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ നന്ന് ഒപ്പിട്ടിട്ടുള്ള ബനിയനൊക്കെ ഉണ്ട്. പറ്റിങ്ങ അതൊക്കെ ഇട്ടിട്ട് വരാം. ടിക്കറ്റ് റേറ്റിനെ കുറിച്ച് എന്താ പറയുന്നത്? ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലല്ലേ? എന്തോ ടിക്കറ്റ് റേറ്റ്? ടിക്കറ്റ് റേറ്റ് അയ്യോ അത് എന്റെ ഏരിയ അല്ല. ഒക്കെ പല റേറ്റിലുണ്ടല്ലോ, കൂടിയതും കുറഞ്ഞ